ഇവിടെ സെൻട്രൽ സിഡ്നിയിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇവന്റ് കാണും വീക്കെൻഡിൽ. ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് ഒരു ഡ്രോൺ ഷോ കാണാൻ വേണ്ടിയാണ്. ട്രെയിനിലാണ് പോകുന്നത്. ഡാർലിംഗ് ഹാർബറിലാണ് ഇത് നടക്കുന്നത്. ടൗൺ ഹാൾ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഡാർലിംഗ് ഹാർബറിലെ കോക്കൽ ബേ എന്ന സ്ഥലത്തെത്തും. 7:30-ക്കാണ് ഫസ്റ്റ് ഷോ നടക്കുന്നത്. ഞങ്ങൾ 1 അവർ നേരത്തെയാണ്. ഒരുപാട് നേരത്തെ ആയിപ്പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു നിന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ ഓർത്തു അധികം ആൾക്കാരൊന്നും കാണത്തില്ല എന്ന്. അവസാനം കിട്ടിയെടുത്തിരുന്നുവെങ്കിലും അധിക സമയം ഇസയ്ക്കും ഇവയ്ക്കും ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇനിയും 30 മിനിറ്റ്സോളം ഉണ്ട് ഷോ തുടങ്ങാൻ. അങ്ങനെ ഷോ തുടങ്ങി. ആകാശത്തൂടെ ഡ്രോൺസ് ഇങ്ങനെ ഉയർന്നു വരുവാണ്. ഓരോ ഷേപ്സ് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. ഇതൊക്കെ കണ്ട് ഒരാൾക്ക് ക്യൂരിയോസിറ്റിയും മറ്റേ ആൾക്ക് ഡേഞ്ചറുമാണ് ഫീൽ ചെയ്തത്. ഓടി രക്ഷപ്പെടാം എന്നുള്ള രീതിയിലാണ് ഒരാൾ നിൽക്കുന്നത്. സേഫ് ആണെന്ന് മമ്മ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് മാനുവലി അല്ല ഫ്ലൈ ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് LED ഫിറ്റ് ചെയ്ത ഡ്രോൺസ് ആണ്. GPS വഴി അറൌണ്ട് 250 ഡ്രോൺസ് ആണ് ഈ പാറ്റേൺസും ഷേപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ഷേപ്സ് ഉണ്ടായി വരുമ്പോഴും ഇസയും ഇവയും ഇങ്ങനെ ആർത്ത് വിളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചൊക്കെ അവരുടെ ഹാപ്പിനെസ് പുറത്ത് കാണിക്കുവാണ്. ഞാനിത് ഏതൊപ്പിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ഇടയ്ക്ക് ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് ഇവരുടെ എക്സ്പ്രഷനും ക്യാപ്ചർ ചെയ്യുന്നു. എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഫയർ വർക്ക്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പ്രിംഗ് സീസണിന്റെ വരവ് അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഡ്രോൺ ഷോ ചെയ്യുന്നത്. സെപ്റ്റംബറിലെ എല്ലാ സാറ്റർഡേയും 7:30 to 9:30 വരെയാണ് 10 മിനിറ്റ്സ് നീളുന്ന 2 ഷോസ് ആണ് ഉള്ളത്. 3D ഡെപ്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ മ്യൂസിക്കും ലൈറ്റപ്പും ഒക്കെ ചെയ്ത് ഒരു ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ആണ്.